ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ എത്തിയിരിക്കുന്നത് ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം സീരിയലിന്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ്. അപ്പൊ നേരെ നമുക്ക് ഗൗതത്തിന്റെയും നന്ദയുടെയും ഇന്നത്തെ കഥയിലേക്ക് പോയാലോ. അങ്ങനെ കഥ തുടങ്ങുമ്പോൾ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ പിങ്കി ആണെങ്കിൽ ഒരു പൊതുസഭ അങ്ങ് വിളിച്ചു കൂട്ടുകയാണ്. അപ്പം അവിടെ എല്ലാവരും തന്നെ ഹാജരാണ് കേട്ടോ. നമ്മുടെ ലക്ഷ്മി പറയുന്നുണ്ട്, എൻ്റെ പൊന്നു പിങ്കി മോളെ, ഇപ്പൊ ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ, എന്താ നിനക്ക് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പം അതെ ഞാൻ പറയാം അമ്മായി ഒന്ന് സമാധാനപ്പെട്. ഗൗതത്തിന്റെ ഭാര്യ കഴിഞ്ഞ ദിവസം സ്റ്റഡി ടൂർ പോവാന്നും പറഞ്ഞ് ഇവിടുന്ന് പോയില്ലേ, അതെങ്ങോട്ടാണെന്ന് ഗൗതത്തിന് അറിയാവോന്ന് ചോദിക്കുമ്പം അത് സ്റ്റഡി ടൂർ അല്ലേ, സ്റ്റഡി ടൂർ ആകുമ്പം അവള് പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെ ആയിരിക്കും. എന്നാല് ഗൗതത്തിന് തെറ്റി. ഗൗതത്തിന്റെ ഭാര്യ പോയത് സ്റ്റഡി ടൂറിനൊന്നും അല്ല, അവള് പോയിട്ടുണ്ടായിരുന്നത് അവിടെ കൂട്ടുകാരനെയും കൂട്ടി ചെമ്പമ്മേട്ടിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. പിന്നെ എസ്റ്റേറ്റിലെ ചില കണക്കുകളെല്ലാം ശരിയാക്കുന്നതിന്റെ ഭാഗമായിട്ട് വാവച്ചൻ ചേട്ടനെ വിളിച്ചപ്പോഴാണ് പുള്ളിക്കാരൻ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതിനു മുന്നേയും ഇവൾ ഈ ഭാഗത്തൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്. അത് വാവച്ചൻ ചേട്ടൻ കാണുകയും കൂടി ചെയ്തതാണെന്ന് പറയുമ്പം ഗൗതം പതുക്കെ നമ്മുടെ നന്ദയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അപ്പം നന്ദയോട് ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, മോളെ നിനക്ക് സ്റ്റഡി ടൂർ ഇല്ലെങ്കിൽ നീ എന്തിനാ ചെമ്പമ്പേട്ടി പോയതെന്ന് ചോദിക്കുമ്പം നന്ദ പറയുന്നുണ്ട്, എന്തായാലും പിങ്കിയുടെ പ്രസന്റേഷൻ നടക്കട്ടമ്മേ, അവൾ മുഴുവനും അങ്ങ് പറഞ്ഞു തീർക്കട്ടെ, അതിനുശേഷം നമുക്ക് പറഞ്ഞാൽ പോരെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ പിങ്കി നീ ബാക്കി കൂടി പറയുമെന്നും പറഞ്ഞ് ഗൗതം ധൃതി കൂട്ടുമ്പോഴത്തേക്കിനും പിങ്കി പറയാണ്, അതെ ഇവളുടെ ആ ഒരു കൂട്ടുകാരനുണ്ടല്ലോ ആ ഡാൻസർ, അവനും കൂടി ചില ഇടപാടുകളൊക്കെ നമ്മുടെ വാവച്ചൻ ചേട്ടൻ കണ്ടായിരുന്നു. അപ്പം അത് ഒതുക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് വാവച്ചൻ ചേട്ടനെ സ്വാധീനിക്കാനായിട്ടാണ് ഇവള് ചെമ്പമ്മേട്ടി ചെന്നത്. എന്തായാലും പുള്ളിക്കാരനാണെങ്കിലും നമ്മുടെ പൈസ വാങ്ങിക്കുന്നതിൻ്റെ നന്ദി ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അയാൾ വിളിച്ച് കാര്യങ്ങളെല്ലാം എന്നോട് സംസാരിച്ചായിരുന്നു. അതിൻ്റെ വെളിച്ചത്തിലാണ് സത്യം പറയും നന്ദ, നീ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത്. ഗൗതം ഇതെല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നന്ദയ്ക്ക് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പിങ്കി ഈ കളിക്ക് ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെ പിങ്കി പറഞ്ഞതും നന്ദ കാര്യങ്ങളെല്ലാം ഇങ്ങനെ കേട്ടിരിക്കുക കേട്ടോ. അപ്പൊ ഗൗതം പറയുന്നുണ്ട്, അവള് ചെമ്പമ്മേട്ടി പോയ കാര്യം അതെന്നോട് സംസാരിച്ചിട്ടാണ് പോയത്. അപ്പൊ ഇത് കേൾക്കുമ്പോ ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവളുടെ ഭർത്താവിനില്ലാത്ത എന്ത് പ്രശ്നമാണ് പിങ്കി നിനക്കുള്ളതെന്ന് ചോദിക്കുമ്പോൾ പിങ്കി പറയാണ്, അതെ അമ്മായി, അതിനിടയിൽ വേറെയും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവളുടെ കാമുകനും തമ്മിലുള്ള രഹസ്യ കാര്യങ്ങളൊക്കെ അറിയാതിരിക്കാൻ വാവച്ചൻ ചേട്ടനെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോയത് എന്നുള്ള കാര്യം ലക്ഷ്മി അമ്മായി കേട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഉടനെ തന്നെ നമ്മുടെ നന്ദയോട്, നീ എന്തിനാ മോളെ ചെമ്പമ്പേട്ടിലൊക്കെ നടക്കുന്നത്, എന്താ സംഭവിച്ചത് എന്നുള്ള കാര്യം പറയും. എല്ലാം കേട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ് നമ്മുടെ മഹേശ്വരൻ. എന്തായാലും മഹേശ്വരനും പിങ്കിയും കൂടി ചേർന്നിട്ട് നന്ദയ്ക്ക് കൊടുക്കുന്ന പണിയാണെന്ന് നന്ദയ്ക്ക് മനസ്സിലായിട്ടോ. അവൾ പതുക്കെ ഒരു കാര്യം മഹേശ്വരന്റെ അടുത്ത് പറയാണ്, എനിക്ക് അച്ഛനോട് മാത്രമായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. അതെന്താ മോളെ നീ തനിച്ച് അച്ഛനോട് സംസാരിക്കുന്നത്? അതെ, അച്ഛന് ഗുണമുള്ള ഒരു കാര്യം തന്നെയാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ വരാൻ കേട്ടോ എന്നും പറഞ്ഞ് അച്ഛനെയും വിളിച്ചുകൊണ്ട് മാറി നിന്ന് സംസാരിക്കുകയാണ് നന്ദ. അപ്പൊ നന്ദ പറയുന്നുണ്ട്, അല്ലച്ചാ വാവച്ചൻ ചേട്ടനെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിച്ചതില് അച്ഛൻ എന്താ പങ്കെന്ന് ചോദിക്കുകയാണ്. അപ്പം അപ്പൊ പുള്ളിക്കാരനാണെങ്കിൽ ഉരുണ്ട് കളിക്കാൻ തുടങ്ങി. ഞാൻ എന്തിനാ വാവച്ചനെ കൊണ്ട് പറയിപ്പിക്കുന്നത്, മോളിത് എന്തൊക്കെ ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പം അച്ഛനും പിങ്കിയും കൂടി ചേർന്നിട്ടുള്ള കളിയാണ് ഇതെന്നൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് വേറെ കാര്യങ്ങൾ ഇവിടെ പറയിപ്പിക്കണ്ടെന്ന് പറയാണ്. അപ്പൊ ഇവൾ എന്തോ അറിഞ്ഞു വെച്ച് സംസാരിക്കുന്നതായിട്ട് മഹേശ്വരന് തോന്നുമ്പോഴത്തേക്കിനും പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താണ് പ്രശ്നം, നീ എന്തോ മനസ്സിൽ വെച്ച് സംസാരിക്കുന്നത് പോലെ, എന്തായാലും അച്ഛനോട് തുറന്നു പറയാൻ പാടില്ല എന്ന് ചോദിക്കുമ്പം അച്ഛന് ഞാനേ ഒരു വീഡിയോ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നന്ദ അവളുടെ ഫോൺ എടുത്ത് അതിൽ ചിത്രീകരിച്ചിരിക്കുന്ന വീഡിയോ എടുത്ത് കാണിക്കുകയാണ്. അപ്പം സുജാത എന്ന് പറയുന്ന സ്ത്രീ അത് മഹേശ്വരന്റെ സെറ്റപ്പാണ് എന്നുള്ള കാര്യം വാവച്ചൻ പുള്ളിക്കാരന്റെ നാവ് കൊണ്ട് തന്നെ പറയുന്നതായിട്ടാണ്. അപ്പൊ പുള്ളി പറയുന്ന ആ ഒരു സത്യം എന്തായാലും ഈ വീട്ടിലുള്ളവർ വിശ്വസിക്കുമല്ലോ. അച്ഛൻ പറയും, അമ്മയെയും ഗൗതത്തിനെയും ഞാനിത് കാണിക്കട്ടെ എന്ന് ചോദിക്കുമ്പം പിന്നെ പുള്ളിക്കാരനാണെങ്കിലും, എൻ്റെ പൊന്നു മോളെ ദയവ് ചെയ്ത് നീ ഈ വീഡിയോ അവരെ കാണിക്കല്ലേ, എൻ്റെ ജീവിതം തകർന്നു പോകുമെന്നും പറഞ്ഞു
മഹേശ്വരനാണെങ്കിൽ നമ്മുടെ നന്ദയുടെ കാല് പിടിക്കുന്ന അവസ്ഥയായി. അപ്പം അതുകൊണ്ട് അച്ഛനും പിങ്കിയും കൂടി ചേർന്ന് ഒരു വാളെൻ്റെ തലക്ക് ചുറ്റും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ആ വാൾ അങ്ങോട്ട് എടുത്തു മാറ്റ്. അച്ഛൻ മാറ്റണോ അതോ ഞാൻ മാറ്റണോ എന്ന് ചോദിക്കുമ്പം പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഞാൻ തന്നെ പറഞ്ഞോളാം, എന്തായാലും ഇനി മോളുടെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കിക്കോളാമെന്നും പറഞ്ഞ് പതുക്കെ മഹേശ്വരൻ ഇങ്ങ് വരിക. അല്ല മഹിയേട്ട, എന്ത് കാര്യമാണ് നിങ്ങളും നിങ്ങളുടെ മരുമോളും കൂടെ സംസാരിച്ചതെന്ന് ലക്ഷ്മി ചോദിക്കുമ്പോഴത്തേക്കിനും അതെ എനിക്ക് ഗുണമുള്ളൊരു കാര്യമായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് ആരോടും പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പം അല്ല ഇനിയിപ്പോൾ ആരാ പറയുന്നത്, വാവച്ചൻ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്ന് അമ്മാവൻ തന്നെ പറയുമെന്നും പറഞ്ഞ് പിങ്കി ആണെങ്കിൽ അമ്മാവനോട് സംസാരിക്കാൻ പറയുകയാണ്. അപ്പം അമ്മാവൻ പറയുന്നത് അതെ വാവച്ചൻ എന്ന് പറഞ്ഞാലേ കുറച്ച് കൂടിയ കൂട്ടത്തിലാണ്, അതുകൊണ്ട് തന്നെ അവൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒന്നും നമ്മൾ വിശ്വസിക്കുകയൊന്നും വേണ്ട. ഇതിനു മുന്നേയും അവൻ പല അപ്രിയ സത്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ അതൊന്നും മൈൻഡണ്ടാന്നും പറഞ്ഞ് മഹേശ്വരൻ നമ്മുടെ നന്ദയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. അപ്പോൾ പിങ്കി ആണെങ്കിൽ അവിടെ ചമ്മി നാറിയിട്ടോ, പിങ്കി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ പ്ലാനും ചീറ്റിപ്പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ മോഹിനിയാണെങ്കിലോ ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ്. മോഹിനി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്തായാലും മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞല്ലോ, ഞങ്ങൾക്കൊക്കെ പോവാമല്ലോ നന്ദയെന്ന് ചോദിക്കുമ്പം നിങ്ങൾ പോയിക്കോ, ദേ പിങ്കി വിളിച്ചു കൂട്ടിയ മീറ്റിംഗ് ആണല്ലോ, പിങ്കിയോട് ബൈ പറഞ്ഞിട്ട് എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കിക്കോ എന്ന് പറയുകയാണ്. അപ്പം പിങ്കി ആണെങ്കിൽ മൊത്തത്തിൽ ചമ്മി നാറിയിരിക്കുക. എന്ത് പരിപാടി അവതരിപ്പിച്ചാലും ഇപ്പം നമ്മുടെ പിങ്കിക്ക് കിട്ടുന്നത് കനത്ത തിരിച്ചടികളാണ്. അങ്ങനെ അവൾ അമ്മാവൻ്റെ നേരെ ഒരു ഒന്നൊന്നര നോട്ടം നോക്കുന്നുണ്ട്. നിങ്ങളല്ലേ പറഞ്ഞത്, അമ്മാവൻ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചതെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് പിങ്കി അവിടുന്ന് എഴുന്നേറ്റ് പോവാട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിലോ നമ്മുടെ നന്ദ റൂമിലേക്ക് ചെന്ന പാടെ തന്നെ സുജാതയുടെ കോള് വരികയാണ്. മോളെ ഇവിടെ വലിയ പ്രശ്നങ്ങളാണ്, ബാലാജി വന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. അവൻ്റെ ഗുണ്ടകൾ ഇതാ ഇപ്പം നമ്മുടെ അടുക്കള വരെ കയറി വരുന്ന അവസ്ഥയിലായി, അതുകൊണ്ട് ഗാഥമോളുടെ ജീവിതം അപകടത്തിലാകും, നീ എന്തെങ്കിലും ഒന്ന് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും നന്ദ പറയാണ് ഞാൻ എൻ്റെ കൂട്ടുകാരനെ അങ്ങോട്ട് അയക്കാം, അപ്പം അവൻ്റെ കൂടെ ആൻറ്റി അവളെ ഇങ്ങോട്ട് അയക്കെന്നുള്ള കാര്യം പറയുകയാണ്. അപ്പം തിരികെതാ നമ്മുടെ മഹേശ്വരൻ ഒപ്പിച്ചു വെച്ച ആ ഒരു കേടി പുള്ളിക്ക് തന്നെ കൊടുക്കാനുള്ള പ്ലാനിലാണ് നന്ദ. എന്തായാലും അവൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവളുടെ ജീവൻ എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്ന് മനസ്സിലാക്കി തന്നെയാണ് ഗാഥയെ ഇന്ദീവരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാം എന്നുള്ള തീരുമാനം നമ്മുടെ നന്ദ എടുക്കുന്നത്. സുജാതയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പം സുജാതയാണെങ്കിൽ തൻ്റെ മകളുടെ ജീവൻ തന്നെയാണ് വലുതെന്ന് മനസ്സിലാക്കി ആ തീരുമാനത്തെ അംഗീകരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ ഒരു സീൻ കഴിയുമ്പോൾ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ മഹേശ്വരന് ഇപ്പം കാര്യങ്ങളെല്ലാം അറിഞ്ഞു, നന്ദ സത്യങ്ങളെല്ലാം അറിഞ്ഞു. ഇനിയിപ്പോൾ ലക്ഷ്മിയും ഗൗതവും കൂടി സത്യങ്ങൾ അറിഞ്ഞാൽ പിന്നെ താൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി നന്ദയ്ക്കെതിരെയുള്ള കാര്യങ്ങൾ നീക്കണം. അതിനുവേണ്ടി വാവച്ചനെ എസ്റ്റേറ്റിൽ പോയി കാണുകയാണ്. അപ്പം വാവച്ചനാണെങ്കിൽ എൻ്റെ പൊന്ന് സാറേ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്, എടാ നീ ഒരു കുപ്പിക്ക് വേണ്ടിയിട്ടല്ലടാ നീ എന്നെ ഒറ്റി കൊടുത്തത്, നിനക്ക് എത്ര കുപ്പി മദ്യം വേണമെങ്കിലും ഞാൻ വാങ്ങി തരുമായിരുന്നല്ലോ, എന്നിട്ട് നീ എന്നോട് എന്ത് ചതിയാണ് ചെയ്തത്, ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് പോവും, അവളിതാ നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇനി നീ തന്നെയാണ് ഈ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പം വാവച്ചൻ പുള്ളിക്കാരൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. സാറിന് പ്രശ്നമായിട്ട് വരികയാണെങ്കിൽ നമുക്ക് അവളങ്ങ് തട്ടിയാലോ എന്ന് ചോദിക്കുകയാണ്. അത് തന്നെയാണ് ഇപ്പം ഞാനും ആലോചിക്കുന്നത്. എന്തായാലും ഗൗതവും അതുപോലെ തന്നെ ലക്ഷ്മിയും ഒക്കെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ എനിക്ക് ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന സാഹചര്യം ആവില്ല, ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല എന്നുള്ള കാര്യമൊക്കെ മഹേശ്വരൻ പറയുമ്പം നന്ദയാണ് നമുക്കിപ്പോൾ പ്രശ്നമായിട്ടുള്ളത്. നന്ദയെ അങ്ങ് തട്ടിക്കഴിഞ്ഞാൽ തീരാവുന്ന വിഷയമല്ലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ രീതിയിൽ ചിന്തിക്കാമെന്ന് പറഞ്ഞ് വാവച്ചൻ നമ്മുടെ മഹേശ്വരനെ സമാധാനിപ്പിക്കുകയാണ്. അപ്പം മഹേശ്വരനാണെങ്കിലോ പകുതി ആശ്വാസമായി, ഇവൻ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്തോളും, നന്ദയുടെ കാര്യത്തിൽ ഇവൻ തന്നെ ഒരു തീരുമാനം എടുക്കുമെന്നൊക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തത്തിൻ്റെ വിശേഷം വന്നിട്ടുള്ളത്. അപ്പം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്